സ്റ്റാർട്ട് ചെയ്യാം. കുറെ നാളായില്ലേ ക്ലാസ് വീണ്ടും എടുത്തിട്ട്. നമ്മള് ഇംഗ്ലീഷില് കുഞ്ഞി കുഞ്ഞി കാര്യങ്ങൾ, അതായത് ഇംഗ്ലീഷിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് പറയണമെങ്കിൽ അതിനുവേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്താ ഗ്രീറ്റിംഗ്സ്, അഭിവാദനങ്ങൾ. നമ്മള് പെട്ടെന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അഭിവാദനം ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. എന്താണ് ഗ്രീറ്റിംഗ്സ്, അഭിവാദനങ്ങൾ. ഓക്കെ, ഫസ്റ്റ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളെപ്പോഴും സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ പറയുന്നതാണ് ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് ടീച്ചർ, അല്ലേ? അഭിവാദനം അറിയിക്കുകയാണ്, അല്ലേ? ഗുഡ് മോർണിംഗ് സാർ ഇല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ. എപ്പോഴാ ഗുഡ് മോർണിംഗ് പറയുന്നേ? രാവിലെ സമയത്ത്, അല്ലേ? രാവിലെ സമയത്താണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. അതായത് രാവിലെ നമ്മൾ പ്രഭാതം മുതല് ഉച്ചക്ക് 12 മണി വരെ ഗുഡ് മോർണിംഗ് പറയും. പ്രഭാതം മുതല് ഉച്ച സമയത്ത് 12 മണി വരെ ഗുഡ് മോർണിംഗ് പറയും. ഇപ്പൊ ടീച്ചറിനോടാണെങ്കിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ, സാറിനോടാണെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ, അല്ലേ? അതൊക്കെ നമ്മള് റെസ്പെക്ട് കൊടുത്ത് പറയുന്നതാണ് ടീച്ചറിനോട്. ഗുഡ് മോർണിംഗ് ടീച്ചർ, ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞാല് അവർക്ക് റെസ്പെക്ട് കൊടുത്ത് ഒഫീഷ്യലായിട്ട്, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരോടും അതുപോലെ നമ്മുടെ അച്ഛനോടും അമ്മയോടും ഇപ്പൊ അച്ചാച്ചനോടും അച്ഛമ്മയോടും അങ്ങനെ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയത്തില്ലേ, അല്ലേ? മാഷുമാരോടൊക്കെ ആണെങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയും, ടീച്ചറിനോടാണെങ്കിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയും, അല്ലേ? അച്ഛനോട് പറയുകയാണെങ്കിലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫാദർ എന്ന് പറയില്ല, അങ്ങനെ വിളിക്കൂലല്ലോ. അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഗുഡ് മോർണിംഗ് ഡാഡ്, അല്ലേ? അമ്മയോടാണെങ്കിലോ ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് മാം. അമ്മമ്മയോടാണെങ്കിലോ ഗുഡ് മോർണിംഗ് ഗ്രാൻഡ്മ, ഗുഡ് മോർണിംഗ് ഗ്രാൻഡ്മ, അല്ലേ? രാവിലെ എഴുന്നേറ്റ് അങ്ങനെ അഭിവാദ്യം ചെയ്യുമ്പോ അഭിവാദനം ചെയ്യുമ്പോ ഒരു രസമല്ലേ, ഒരു സുഖല്ലേ, അല്ലേ? ഗുഡ് മോർണിംഗ് ഫാദറിനോടാണെങ്കിൽ ഗുഡ് മോർണിംഗ് ഡാഷ്, ഗുഡ് മോർണിംഗ് മാം. അമ്മയോടാണെങ്കിൽ മാം, ഗുഡ് മോർണിംഗ്. അമ്മയോടാണെങ്കിൽ ഗുഡ് മോർണിംഗ് ഗ്രാൻഡ്മ. അച്ചാച്ചനൊക്കെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ഗ്രാൻഡ്പാ. അങ്കിളിനോടാണെങ്കിൽ മാമനോടാണെങ്കിലോ ഗുഡ് മോർണിംഗ് അങ്കിൾ, ഇല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ആൻഡ് ഇല്ലെങ്കിൽ ആന്റി, ആന്റിക്ക്. അങ്ങനെയല്ല ഗുഡ് മോർണിംഗ് പറയാം. എത്ര സമയം മുതൽ എത്ര സമയം വരെയാ? രാവിലത്തെ പ്രഭാതം മുതല് 12 മണി വരെ നമ്മള് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമുക്ക് ഗ്രീറ്റ് ചെയ്യാൻ പറ്റും. ഓരോരുത്തരോട് പറയേണ്ട രീതി നമ്മൾ മനസ്സിലായല്ലോ. ഗുഡ് മോർണിംഗ് സാർ, അല്ലേ? ഗുഡ് മോർണിംഗ് ടീച്ചർ. പിന്നെ അല്ലാത്തൊരു റെസ്പെക്റ്റഡ് ലേഡി ആണെങ്കിൽ ഗുഡ് മോർണിംഗ് മാഡം, അല്ലേ? അച്ഛനോടാണെങ്കിൽ ഗുഡ് മോർണിംഗ് ഡാഡ്. ഇനി അത് കഴിഞ്ഞിട്ട് 12 മണി കഴിഞ്ഞിട്ട് വൈകുന്നേരം 5 മണി വരെ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നതിന് പകരം എന്താ പറയുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ, അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ ഡാഡ്, ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഗുഡ് ആഫ്റ്റർനൂൺ മാം. പിന്നെയോ ആന്റിയോടാണെങ്കിലോ ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ്, ഗുഡ് ആഫ്റ്റർനൂൺ അങ്കിൾ, അല്ലേ? മോന്റെ ഫ്രണ്ട് അജിത്തിനോടാണെങ്കിലോ ഗുഡ് ആഫ്റ്റർനൂൺ അജിത്ത്. ശ്രേയയോടാണെങ്കിലോ ഗുഡ് ആഫ്റ്റർനൂൺ ശ്രേയ. അത്രേ ഉള്ളൂ, ഗുഡ് ആഫ്റ്റർനൂൺ, അല്ലേ? അപ്പൊ അതും അഭിവാദനം ചെയ്യാൻ നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ഉപയോഗിക്കാം, ഗുഡ് മോർണിംഗ് ഉപയോഗിക്കാം. ഇനി 5 മണി വരെയുള്ള കാര്യം നമ്മൾ പറഞ്ഞു. 5 മണി കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഗുഡ് ആഫ്റ്റർനൂണിന് പകരം എന്താ ഉപയോഗിക്കുന്നത്? ഗുഡ് ഈവനിങ്. 5 മണി തൊട്ട് രാത്രി 11 മണി വരെ നമ്മള് എന്താ അഭിവാദനം ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ടീച്ചറിനോടാണെങ്കിലോ സാറിനോടാണെങ്കിലോ ഒരു ലേഡിയോടാണെങ്കിലോ റെസ്പെക്ട് ചെയ്യുന്ന ലേഡിയോടാണെങ്കിലോ ഗുഡ് ഈവനിങ് മാഡം, ഗുഡ് ഈവനിങ് മാഡം, ഗുഡ് ഈവനിങ് മാം, അല്ലേ? അച്ഛനോടാണെങ്കിലോ ഗുഡ് ഈവനിങ് ഡാഡ്, അല്ലെ ഗുഡ് ഈവനിങ് പാപ്പ. അമ്മയോടാണെങ്കിലോ ഗുഡ് ഈവനിങ് മാം, അല്ലേ? അങ്കിളിനോടാണെങ്കിലോ ഗുഡ് ഈവനിങ് അങ്കിൾ. ആന്റിയോടാണെങ്കിലോ
അല്ലേ? പിന്നെ മോന്റെ ഫ്രണ്ടിനോടാണെങ്കിലോ? മോന്റെ ഫ്രണ്ടിന്റെ പേര് പറ. ഫ്രണ്ടിന്റെ പേര് ഡിയോണ. ആ, ഡിയോനോട് നമ്മൾ വൈകുന്നേരം കാണുകയാണെങ്കിൽ എന്ത് പറയും? വൈകുന്നേരം 5 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിങ് ഡിയോൺ അല്ലേ? അപ്പൊ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു, ഗുഡ് ഈവനിങ് പറഞ്ഞു. ഇനി രാത്രി ആണെങ്കിലോ 11 മണി കഴിഞ്ഞിട്ട് നമ്മളെന്താ പറയുന്നേ? ഗുഡ് നൈറ്റ് അല്ലേ? ഗുഡ് നൈറ്റ്. 11 മണി കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാനൊക്കെ പോകുമ്പോ എല്ലാം കഴിഞ്ഞ് പിരിയുമ്പോ ഗുഡ് നൈറ്റ്. നമ്മളെ പ്രിയപ്പെട്ടവരാണെങ്കിൽ ഗുഡ് നൈറ്റ് വരുമ്പോ സ്വീറ്റ് ഡ്രീംസ്, സ്വീറ്റ് ഡ്രീംസ് ഡാർലിംഗ്. പ്രിയപ്പെട്ടവനെ സ്വീറ്റ് ഡ്രീംസ്, മധുര സ്വപ്നങ്ങൾ, സ്വീറ്റ് ഡ്രീംസ്, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ഒക്കെ പറയും രാത്രിയാകുമ്പോ അല്ലേ? ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ സ്വീറ്റ് ഡ്രീംസ് പറയും. അത്രയും മനസ്സിലായോ? അതൊക്കെ നമ്മൾ പഠിച്ചേ. ഗുഡ് മോർണിംഗ് എപ്പോഴാ പറയണ്ടേന്ന് പഠിച്ചു, ആരോടൊക്കെ എങ്ങനെയാ പറയണ്ടേന്ന് പഠിച്ചു. പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ അതും പഠിച്ചു, ഗുഡ് ഈവനിങ് പഠിച്ചു, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ഒക്കെ പഠിച്ചു അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മള് നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ആൾക്കാരോടൊക്കെ പെട്ടെന്ന് അഭിവാദ്യം ചെയ്യുമ്പോ നമ്മളെന്താ ഉപയോഗിക്കുന്നേ? ഹായ്, ഹലോ എന്നൊക്കെ പറയില്ലേ? പെട്ടെന്ന് മോനൊരു കൂട്ടുകാരനെ കണ്ടു ഒരു വഴിക്ക് പോകുമ്പോ ഹായ് 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 ഡിയോൺ, ഹലോ ഡിയോൺ. രണ്ടും ഉപയോഗിക്കാം. എന്താ? ഹായ് എന്നും ഹലോ എന്നും ഒക്കെ നമ്മുടെ സമപ്രായക്കാരോ അല്ലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടിട്ട് എന്തുപയോഗിക്കാം? ഹായ് ഹലോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ഇപ്പൊ മോൻ നടന്നു പോയി മോന്റെ ടീച്ചർ നിൽക്കുക, അവര് കുറച്ചുകൂടെ നമ്മൾ ഫോർമൽ ആയിട്ട് വേണം പറയാൻ. ഹായ് ടീച്ചർ, ഹലോ ടീച്ചർ എന്ന് പറയില്ല. അതിന് പകരം നമ്മൾ പറഞ്ഞു നമ്മൾ ഇൻഫോർമൽ ആയിട്ട്, ഇൻഫോർമൽ എന്ന് പറഞ്ഞാല് അനൗപചാരികമായിട്ട്, നമ്മൾ ഓഫീസിലൊക്കെ ചെന്ന ഔപചാരികമായിട്ടല്ലേ പറയുന്നേ. ഇത് നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ അടുത്ത ആൾക്കാരോടും ഒക്കെ നമ്മൾ എങ്ങനെ പറയാം? ഹായ് അല്ലെങ്കിൽ ഹലോ. മോന്റെ ഫ്രണ്ട്സിനോടൊക്കെ പെട്ടെന്ന് നമ്മൾ അഭിവാദ്യം ചെയ്യുമ്പോ എങ്ങനെ പറയാം? ഹായ് സുനിൽ, ഹായ് രഞ്ജിത്ത് അല്ലേ? ഹലോ, ഹലോ സുഭാഷ്, ഹലോ ഹായ് എന്നൊക്കെ പറയില്ലേ? അതുപോലെ മോന്റെ മാമനെ കാണുവാണെങ്കിൽ ഹായ് മാമ, ഹലോ മാമ അല്ലേ? മോന്റെ അങ്കിളിനെ ആന്റീനെ കാണുവാണെങ്കിൽ ഹായ് ആന്റി, ഹലോ ആന്റി അല്ലേ? അങ്ങനെ ഇത് മോന്റെ ഫ്രണ്ട്സിനോടും അത് അങ്ങനെ മോന്റെ സമപ്രായക്കാരോടും മാത്രമല്ല മോന്റെ അടുത്ത ആൾക്കാരോടൊക്കെ ഇങ്ങനെ ഹായ് ഹലോ കൂട്ടിയിട്ട് നമുക്ക് ഗ്രീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അച്ഛനോടാണെങ്കിലോ ഹായ് ഡാഡ്, ഹലോ ഡാഡ് പറയാം. ഓക്കെ. പക്ഷെ നമ്മളൊരു ഓഫീസിൽ ഇപ്പൊ കയറി ചെന്നിട്ട് ഹായ് സാർ പറയോ? ഇല്ല. ഓക്കെ. ഇത് നമ്മുടെ അടുത്ത ആൾക്കാരുടെ സുഹൃത്തുക്കളോടൊക്കെയാണ് ഹായ് ഹലോ ഒക്കെ കൂട്ടിട്ട് സാധാരണ സംസാരിക്കുന്നത്. അപ്പൊ ഹായ് ഹലോ മനസ്സിലായോ? ഓക്കെ. ഓഫീസിൽ കയറി ചെന്നിട്ട് നമ്മൾ എന്ത് പറയും? കുറച്ച് റെസ്പെക്ട് കൊടുത്ത് പറയണ്ടേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാർ, ഒരു ആണാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? സാർ, ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് ഈവനിങ് സാർ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ അല്ലേ? സാർ 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 എന്ന് പറയും. ഒരു ലേഡി ആണെങ്കിലോ ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് മാഡം, മാഡം ഗുഡ് മോർണിംഗ് മാഡം, മോർണിംഗ് മാം. ഓക്കെ. ഗുഡ് മോർണിംഗ് മാഡം അല്ലേ? ആണാണെങ്കിൽ സാർ, ലേഡി ആണെങ്കിൽ മാഡം. അങ്ങനെ നമ്മൾ റെസ്പെക്ട് കൊടുത്ത് പറയും. ഓക്കെ, അത് മനസ്സിലായല്ലോ? പിന്നെ അതുപോലെ മോന്റെ അച്ഛന്റെ അല്ലെ അമ്മേന്റെ സഹോദരനും സഹോദരിയൊക്കെ ഇല്ലേ? അവരുടെ മക്കളെ നമ്മൾ എന്താ വിളിക്കുന്നത് അറിയോ? കസിൻ എന്ന് വിളിക്കും. അപ്പൊ അച്ഛന്റെ സിസ്റ്ററാണ് സിയമ്മ അല്ലെ? സിയമ്മന്റെ ബബുലും മാൾക്കുഞ്ഞേച്ചിയും
മോന്റെ ആരാണ്? കസിൻ ആണ്. അച്ഛന്റെ രണ്ടാമത്തെ സിസ്റ്റർ ആണ് ആദിച്ചേട്ടനെ എന്ത് വിളിക്കാം? കസിൻ എന്ന് വിളിക്കാം. മനസ്സിലായോ? അതുപോലെ എന്നമ്മന്റെ ആങ്ങളെന്റെ മോനാണ് ഭൂമി. ഭൂമിനെ എന്ത് വിളിക്കാം? കസിൻ. കസിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ കസിൻ എന്ന് പറഞ്ഞാല് മോന്റെ അച്ഛന്റെ അമ്മേന്റെ ബ്രദറിന്റെയോ സിസ്റ്ററിന്റെയോ മക്കള്. അതാണ് കസിൻ. കസിൻ. അപ്പൊ കസിൻ ബ്രദർ എന്നോ കസിൻ സിസ്റ്റർ എന്നോ പറയേണ്ട ആവശ്യം. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒറ്റ വാക്കേ നമ്മൾ ഉപയോഗിക്കട്ടെ. എന്താ പറയുന്നത്? കസിൻ എന്ന് പറയുള്ളൂ. കസിൻ ബ്രദർ. അതെന്റെ കസിൻ ബ്രദറാന്ന് പറയോ? കസിൻ സിസ്റ്ററാന്ന് പറയോ? ഇല്ല, അതെന്റെ കസിനാണ്. അല്ലേ? ബബുൽ എന്റെ കസിനാണ്. മാളക്കുഞ്ചി എന്റെ കസിനാണ്. ആദിച്ചേട്ട കസിനാണ്. ഭൂമി കസിനാണ്. കസിൻ ബ്രദറാണ്, കസിൻ സിസ്റ്റർ ആണെന്ന് പറയുവോ? ഇല്ല. അപ്പൊ കസിൻ മനസ്സിലായോ? കസിൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായോ? സാറ് മേഡം മനസ്സിലായോ? അല്ലേ? അതുപോലെ നമ്മൾ റെസ്പെക്ട് കൊടുത്ത ഒരാളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് രാജനാണെന്ന് പറയാ. കുറച്ച് റെസ്പെക്ട് കൊടുത്ത് മിസ്റ്റർ. അത് ഗോകുലാണ്. മിസ്റ്റർ. കുറച്ച് ഫോർമൽ ആയിട്ട് പറയുമ്പോൾ, ഔപചാരികമായിട്ട് പറയുമ്പോൾ, കുറച്ച് റെസ്പെക്ട് കുറച്ച് കൂടുതൽ കൊടുത്ത് പറയുമ്പോൾ അത് മിസ്റ്റർ ഗോകുലാണ്. എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. അതല്ല, ഔപചാരികമായിട്ട് നമ്മൾ പറയുമ്പോൾ അത് മിസ്റ്റർ ഗോകുലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു കല്യാണം കഴിയാത്ത ലേഡിക്ക് റെസ്പെക്ട് കൊടുത്ത് പറയാണ്, അത് ജാൻസിയാണ്. കുറച്ച് റെസ്പെക്റ്റഡ് ആയിട്ട് പറയുമ്പോ അത് മിസ് കല്യാണം കഴിക്കാത്ത ഒരു ലേഡിയാകും. മിസ് ജാൻസി. ദിസ് ഈസ് മിസ് ജാൻസി. ഇത് മിസ് ജാൻസിയാണ്. ഒരാണാകുമ്പോ നമ്മൾ എന്താ പറയുന്നത്? മിസ്റ്റർ. അത് മിസ്റ്റർ ജോൺ ആണ്. ഇത് മിസ് ജാൻസിയാണ്. ഉണ്ടോ ഈ മിസ്? ഈ മിസ് കേട്ടോ. ഇത് MRS. ഇനി കല്യാണം കഴിഞ്ഞ ഒരു ലേഡി ആണെങ്കിൽ ദിസ് ഈസ് മിസ്സിസ് ജാൻസി. മിസ്സിസ് ജാൻസി. MRS. മിസ്സിസ്. കല്യാണം കഴിഞ്ഞ ഒരു ലേഡിയെ പറ്റി പറയുമ്പോ മിസ്സിസ് ജാൻസി. അത് ദിവ്യയാണ്. ദിവ്യക്ക് കുറച്ച് റെസ്പെക്ട് കൊടുത്ത് പറയുമ്പോ ദാറ്റ് ഈസ് മിസ്സിസ് ദിവ്യ. അല്ലേ? മിസ് എന്ന് പറയുമ്പോ കല്യാണം കഴിക്കാത്ത ഒരു ലേഡീനെ നമ്മള് അഭിവാദ്യം ചെയ്യുമ്പോ മിസ് എന്ന് പറയാം. അല്ലേ? ഇനിയിപ്പോ കല്യാണം കഴിച്ചതാണോ കഴിച്ചില്ലേ ഒന്നും നമുക്ക് അറിയില്ലെങ്കിൽ MS മിസ്. മിസ് ഈ മിസ് വെച്ചിട്ട് പറയാം. അത് കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞില്ലേലൊക്കെ മിസ് വെച്ച് പറയാം. ഓക്കെ? അത് മനസ്സിലായോ? മിസ്റ്റർ, മിസ്സിസ്, മിസ്, മിസ്. ഓക്കെ? ഇനി ഞാൻ ഒരു വ്യക്തിനെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. താങ്കളെ കണ്ടുമുട്ടിയതില് എനിക്ക് ഒരുപാട് സന്തോഷം. താങ്കളെ കണ്ടുമുട്ടിയതില് എനിക്ക് ഒത്തിരി സന്തോഷമായി. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? പ്ലീസ് ടു മീറ്റ് യു. പ്ലീസ്. ഒത്തിരി സന്തോഷമായി. പ്ലീസ് ടു മീറ്റ് യു. താങ്കളെ കണ്ടുമുട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതില്ലെങ്കിൽ ഗ്ലാഡ് ടു മീറ്റ് യു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മള് കൂട്ടുകാരനെ കണ്ടുമുട്ടിയപ്പോ നമ്മൾ എന്താ പറയുന്നത്? പ്ലീസ് ടു മീറ്റ് യു. അല്ലെങ്കിൽ ഗ്ലാഡ് ടു മീറ്റ് യു. ഗ്ലാഡ് ടു മീറ്റ് യു. അല്ലെങ്കിൽ പ്ലീസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞാല് താങ്കൾ കണ്ടുമുട്ടിയതില് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഗ്ലാഡ് ടു മീറ്റ് യു. അപ്പൊ എന്താ എങ്ങനെ പറയുന്നേ? താങ്കളുടെ സുഹൃത്തിനെ പെട്ടെന്ന് കണ്ടു. മോന്റെ സുഹൃത്തിനെ കണ്ടു. അപ്പൊ മോൻ പറയാണ് എന്താ? ഗ്ലാഡ് ടു മീറ്റ് യു. എന്താ? ഇല്ല, പ്ലീസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞാല് നിന്നെ കണ്ടതില് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഗ്ലാഡ് ടു മീറ്റ് യു ആൻഡ് പ്ലീസ് ടു മീറ്റ് യു. അപ്പൊ നമ്മള് കുഞ്ഞു കാര്യങ്ങൾ, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞു കാര്യങ്ങള്. പക്ഷെ അത് മറക്കാൻ പാടില്ല. ഫസ്റ്റ് പറഞ്ഞു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എപ്പോഴാ പറയണ്ടേന്ന് പറഞ്ഞു. ഓരോരുത്തരോടും നമ്മൾ ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് മാഡം, ഗുഡ് മോർണിംഗ് ടീച്ചർ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഡാഡ്, ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് അങ്കിൾ, ഗുഡ് മോർണിംഗ് ആന്റി, ഇതെല്ലാം പറഞ്ഞു അല്ലെ. രണ്ടാമത് പറഞ്ഞു 12 മണി മുതല് 5 മണി വരെയുള്ള സമയത്ത് ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ, ഗുഡ് ആഫ്റ്റർനൂൺ മാം അല്ലേ. പിന്നെന്താ? ഗുഡ് ആഫ്റ്റർനൂൺ ഡാഡ്, ഗുഡ് ആഫ്റ്റർനൂൺ, അങ്ങനെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഗുഡ് ഈവനിങ്. 5 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള സമയത്ത് നമ്മൾ എന്താ പറയുന്നത്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ, ഗുഡ് ഈവനിങ് അങ്കിൾ അല്ലേ. അങ്ങനെ എല്ലാവരോടും നമുക്ക് ഗ്രീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ അതുപോലെ രാത്രിയിൽ നമ്മള് പറയുമ്പോ എന്താ പറയുന്നേ? ഗുഡ് നൈറ്റ്. നമ്മള് രാത്രിയിൽ പറഞ്ഞു പോകുമ്പോ
ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ഒക്കെ പറയും അല്ലേ? അതുപോലെ തന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട്. നമ്മൾ ഒരാളോട് പിരിഞ്ഞു പോകുമ്പോ നമ്മള് കൂട്ടുകാരൊക്കെ കണ്ടു, ഞാൻ പോട്ടെ, ശരി ഞാൻ പോട്ടെ എന്നൊക്കെ പറയുന്നത് ബൈ, അല്ലെങ്കിൽ ബൈ ബൈ, ബൈ 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 എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഗുഡ് ബൈ പറയും. ഫെയർവെൽ പറയും. ഞാൻ പോട്ടെ, ശരി വിടാ, ഫെയർവെൽ. അപ്പൊ മനസ്സിലായോ? നമ്മളെല്ലാരും കണ്ടുമുട്ടുന്ന കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതും പറഞ്ഞു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അല്ലേ? പിന്നെ അതുപോലെ നമ്മളൊരാളെ കണ്ടുമുട്ടി നമ്മൾ വിട പറഞ്ഞ് പോകുമ്പോ ബൈ എന്ന് പറയാം, ഇല്ലെങ്കിൽ ബൈ ബൈ എന്ന് പറയാം, ഇല്ലെങ്കിൽ ഗുഡ് ബൈ എന്ന് പറയാം, ഇല്ലെങ്കിൽ ഫെയർവെൽ, ബൈ ബൈ ബൈ, ഗുഡ് ബൈ, ഫെയർവെൽ. ഫെയർവെൽ ഡാർലിംഗ്, വിട, ശരി വിട, പോട്ടെ കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മള് കുറച്ച് ഫോർമൽ ആയിട്ട് പറയുമ്പോൾ ജെൻഡർ ആണെങ്കിൽ ആണുങ്ങളെ പറയുമ്പോ സർ എന്ന് പറയാം, ലേഡി ആണെങ്കിൽ മാഡം അല്ലേ? ലേഡി ആണെങ്കിൽ മാഡം എന്ന് പറയാം. പിന്നെ നമ്മൾ ഇൻഫോർമൽ ആയിട്ട് കാണുമ്പോഴുള്ള കാര്യം പറഞ്ഞു. എന്തൊക്കെയാ പറയുക? ഇൻഫോർമൽ ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ അടുത്ത ആൾക്കാരോട് ഒക്കെ നമുക്ക് ഹായ്, ഹലോ എന്നുള്ള വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കസിനെ കുറിച്ച് പറഞ്ഞു. കസിൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞു. അപ്പൊ കസിൻ എന്ന് പറഞ്ഞാല് മോന്റെ അച്ഛന്റെയോ അമ്മന്റെയോ സഹോദരന്റെയോ സഹോദരിന്റെയോ മക്കളെയാണ് കസിൻ എന്ന് പറയുന്നത്. അപ്പോ കസിൻ ബ്രദറിനോ കസിൻ സിസ്റ്റർ എന്നോ പറയേണ്ട ആവശ്യമില്ല. അവരെ ബ്രദർ ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ഒക്കെ കസിൻ എന്ന് മാത്രമേ പറയൂ. പിന്നെ നമ്മൾ പറഞ്ഞു ഫോർമലായിട്ട് ഒരു ആണുങ്ങളെ ഫോർമലായിട്ട് പറയുമ്പോൾ മിസ്റ്റർ എന്ന് പറയാം. മിസ്റ്റർ ഗൂഗിൾ. പിന്നെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ലേഡി ആണെങ്കിൽ മിസ്സിസ് റാണി അല്ലേ? പിന്നെ കല്യാണം കഴിയാത്താണ് ലേഡി ആണെങ്കിൽ മിസ് ജാൻസി അല്ലേ? പിന്നെ കല്യാണം കഴിഞ്ഞതോ കല്യാണം കഴിയാത്തൊക്കെ ആയ എല്ലാവരെയും കൂടെ ഒരുമിച്ച് പറയുന്നതാണ് മിസ്. ഓക്കെ. പിന്നെ മോന്റെ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനെ കണ്ടു, നിന്നെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാ? Nice to meet you, അല്ലെങ്കിൽ pleased to meet you, glad to meet you എന്നൊക്കെ പറയാം. Glad to meet you, glad to meet you, pleased to meet you. ഇങ്ങനെയൊക്കെ പറയാം. ഇന്നത്തെ ക്ലാസ് ഇത്രയും പോരെ?